ഹായ് ഗെയ്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോഡ് സെറ്റിൻ്റെ ഹാളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 കോഡ് സെറ്റാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് 500-ന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. എന്തായാലും നമുക്ക് പാൻറ്റിനും പൈസ കൊടുക്കണം, ഉടുപ്പിനും പൈസ കൊടുക്കണം. അത് രണ്ടും നല്ല വിലയ്ക്ക് പുറത്തു പോകും. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് അത് രണ്ടും കൂടി ഒരുമിച്ച് ചെറിയ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതല്ലേ. അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്താണ്. ഇത് ഒരു 4 എണ്ണമാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാമേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി മോശമായതുകൊണ്ട് ഞങ്ങൾ കളർ പിടിപ്പിക്കാനായിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ കോഡ് സെറ്റ് വന്നിട്ട് ഒരു വൈറ്റ് കളർ പ്രിൻറ്റഡ് ടോപ്പും ഒരു റോസ് കളർ, അത് റോസാണോ റോസ് കളർ പാൻറ്റുമാണ് നമുക്കുള്ളത്. നമ്മളിത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ പൊട്ടിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇത് വീഡിയോയിൽ അഭിനയിക്കുന്നത് ആ കൊച്ചും വോയിസ് കൊടുക്കുന്നത് ഞാനുമാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ ക്ഷമിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടീഷർട്ട് വരുന്നത്. ഇത് ഡിജിറ്റൽ പ്രിൻറ്റഡ് ടീഷർട്ടാണ്. അപ്പോൾ നല്ലൊരു പെങ്കൊച്ചിൻ്റെ പടമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പാൻറ്റ് നോക്കാമേ. ഈ കോഡ് സെറ്റിൻ്റെ ഇവർ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ സ്റ്റൈലിഷ് പോളിസ്റ്റർ ലൈക്ര ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ഡിജിറ്റൽ പ്രിൻറ്റഡ് ടീഷർട്ട് എന്നിങ്ങനെയാണ്. പക്ഷേ പാൻറ്റ് സംഭവം സെറ്റായിരുന്നേ, നല്ല രസമായിരുന്നു, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ലുക്കുള്ള ഒരു സംഭവമായിരുന്നു. കൊച്ചിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് ആദ്യം വന്നപ്പോൾ ഞങ്ങളൊന്ന് കറക്റ്റ് അളവാണോ എന്നറിയാം, ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാൻറ്റ് നല്ല ഒരു കുറച്ചൊന്ന് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോഡ് സെറ്റ്. ഈ കൊച്ചാണെങ്കിൽ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇത്രയേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ കൊച്ചിട്ടിട്ടുള്ള കസർത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 346 രൂപയാണ്. ഇതിന് രണ്ടിനും കൂടെ നമ്മുടെ പ്രൈസ് അടിപൊളി സംഗതിയായിരുന്നേ. ഇത് ഞങ്ങളുടെ സൈസ് മീഡിയം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സൈസ് നോക്കിയിട്ട് അത് വാങ്ങിയാൽ മതി. നമുക്ക് ഏതാ സൈസ് എന്നുള്ളത് ഞങ്ങൾക്ക് മീഡിയം കറക്റ്റായിരുന്നേ. പിന്നെ കുറച്ചുകൂടെ ലൂസായിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ അളവ് വാങ്ങാം കേട്ടോ. പക്ഷെ പാൻറ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ക്ലോത്താണ്. അങ്ങനെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം കേട്ടോ. ഇത് നമ്മുടെ രണ്ടാമത്തെ കോഡ് സെറ്റാണേ. ഇതിൻ്റെ ഫോട്ടോ ഇപ്പോൾ കാണിച്ചു തരാമേ. ഇതൊരു കോട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോയാണ് ഈ കൊച്ചി പരതിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്യാം കേട്ടോ. ഒരുപാട് അൺബോക്സിങ് ചെയ്ത് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനൊരു ഇച്ചിരി സ്പീഡ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 496 രൂപയാണ്. നമ്മൾ തുറന്നെടുക്കുമ്പം തന്നെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്, ഫ്ലോറൽ പ്രിൻ്റ്. ഇതിൻ്റെ പേര് അട്രാക്റ്റീവ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ്സ്. ഇത്രയേ ഉള്ളൂ. സംഭവം കോട്ടൺ ആണെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്യൂർ കോട്ടൺ ആണോ എന്നറിയില്ല. ഇതിൻ്റെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്ത് റീത്തിൻ്റെ പോലെ ഒരു മോഡലിലാണ് നമുക്കവിടെ പൂ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിലും നമ്മുടെ ഏകദേശം മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്, മുട്ടിൻ്റെ താഴോട്ടെന്ന് പറയില്ലേ, അതുപോലെയാണ് നമുക്ക് ആ ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുള്ളത്. അതായത് എംബ്രോയ്ഡറി അല്ലാത്ത പ്രിൻ്റാണ്. അപ്പോൾ കണ്ടിട്ട് സംഗതി ഒരു വെറൈറ്റി മോഡൽ കണ്ടിട്ടാണ് ഞങ്ങളിത് എടുത്തത്. രസമായിട്ട് തോന്നി. ഇനി നമുക്കിത് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കൊച്ചിട്ടിട്ടുള്ള ലുക്ക്. സംഭവം ഇത് ഇച്ചിരി വലുതായിരുന്നു, അതുകൊണ്ടാണ് ഈ കൊച്ചിങ്ങനെ ജോക്കറിനെ പോലെ ഇരിക്കുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ സ്ലീവ്സ് നോക്കൂ, ആ ഫ്ലോറൽ പ്രിൻ്റ് നോക്കൂ, നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് എംബ്രോയ്ഡറി പോലെയൊക്കെ നൂലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണുള്ളത്. അതിൻ്റെ സ്ലീവ്സ് നോക്കൂ. സ്ലീവ്സാണ് എനിക്കതിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളിയായിരുന്നേ. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബോഡി അടിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിലൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കഴുത്തിൽ കൂടെ കയറുന്നില്ലേ. അങ്ങനെ ആ കൊച്ച് വലിച്ചു പിടിച്ചാണ് ഇട്ടത്. ഒരു ചെറിയതായിട്ടൊരു തയ്യൽ പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി അത് ശരിയാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. സംഭവം തുണിയൊക്കെ കൊള്ളാം. അപ്പോൾ എന്തായാലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമുക്ക് ബാക്കി 2 എണ്ണം കൂടിയാണ് ഉള്ളത്. ഈ 2 എണ്ണത്തിൽ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതുപോലെയാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയേ. ഈ തണുപ്പത്തിടുന്ന സ്വെറ്റർ ടൈപ്പ് അതുപോലെയൊക്കെ ഇല്ലേ, അങ്ങനെ തോന്നിയാണ് ഇത് വാങ്ങിച്ചത്. നമുക്ക് അൺബോക്സിങ് ചെയ്യാമേ. അതിൻ്റെ പേര് വന്നിട്ട് ട്രെൻഡി പിങ്ക് ടെഡി ബിയർ ലോങ് വെയർ എന്നാണ്. ലോങ് വെയർ സെറ്റ് ഫോർ വുമൻ ആൻഡ് ഗേൾസ്.
ഓക്കെ, എന്നാണ് അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഒരു ടെഡി ബിയറിൻ്റെ ഒരു പ്രിൻ്റല്ല, ഒരു സ്റ്റിച്ച് ഏകദേശം ഒരു പടമൊക്കെ ഉള്ള ഒരു ടോപ്പാണ് നമുക്കുള്ളത്. അത് തുണി വന്നിട്ട് നല്ല തുണിയാണ്, കുഴപ്പമില്ല, വലിയ കട്ടിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര അങ്ങോട്ട് ക്വാളിറ്റി. ഞങ്ങൾ വിചാരിച്ചു സ്വെറ്റർ പോലെ തന്നെ ആയിരിക്കും, ഇങ്ങനെ കമ്പിളിപ്പത് പോലെ അതുപോലത്തെ ഒരു ഫോട്ടോയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ അത്രയും കട്ടിയൊന്നുമില്ല. പാൻറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. വന്നിട്ട് ഇതാ നമുക്കിവിടെ 4 പോക്കറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം ലെങ്തൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു. ഒരു എലാസ്റ്റിക്കും കെട്ടൊക്കെ ഉള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത്. താഴെ ബോട്ടമൊക്കെ ഇങ്ങനെ ലൂസായിട്ടാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല പാൻറ്റായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത്. ഉടുപ്പും അങ്ങനെയായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു നമ്മുടെ ടെഡി ബിയർ ഉടുപ്പിട്ടതായോടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ജോക്കറിനെയൊക്കെയാണ് ഓർമ്മ വന്നത്. പക്ഷേ കൊള്ളാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നമുക്ക് റിട്ടേൺ ചെയ്യണം ഗൈസ്. കാരണം ഇതിലൊരു പേന വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവർ പോക്കറ്റ് മാർക്ക് ചെയ്തതാണോ എന്താണോ എന്ന് അറിഞ്ഞൂടെ, ഇപ്പുറത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാനൊരു കാരണമായി. പക്ഷേ സംഭവം സെറ്റായിരുന്നേ. അതിൻ്റെ ഉടുപ്പൊക്കെ നല്ല രസമുണ്ട്. സെയിം കളർ തന്നെ വന്നതുകൊണ്ട് എന്തോ ഒരു പാകപ്പഴ എനിക്ക് തോന്നി. ആ കൊച്ചിന് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എത്ര രൂപയാണെന്ന് വെച്ചാൽ 414 രൂപയാണേ. 414 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ, അതായത് അവസാനത്തെ കോഡ് സെറ്റാണ്. ഇതാണ് നമ്മൾ ഒരു വെള്ളയിൽ പച്ച കളർ ഒരു ഫ്ലോറല്ല ഒരു പ്രിൻ്റ് വരുന്ന ഒരു ടീഷർട്ടും പച്ച പാൻറ്റുമാണ്. ഇത് ഞങ്ങൾ മീഡിയം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ന്യൂ സ്റ്റൈലിഷ് ട്രെൻഡി പാർട്ടി വെയർ ടീഷർട്ട് ആൻഡ് ബോട്ടം സെറ്റ്സ് ഫോർ വുമൻ ആൻഡ് ഗേൾസ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 328 രൂപയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു പാൻറ്റ് വാങ്ങുമ്പോഴും ഉടുപ്പ് വാങ്ങുമ്പോഴും എങ്ങനെ പോയാലും നമുക്ക് 500 രൂപയ്ക്ക് വെളിയിൽ പോകും. അതിനെക്കാട്ടി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. നമ്മൾ കുറച്ചുകൂടെ സെലക്ട് ചെയ്തെടുത്താൽ രസമായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബോ പോലെ ഒരു റിബണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുക്കായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പാൻറ്റ് കുറച്ച് കണങ്കാലിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ കുറച്ച് മുകളിലാണ് നിന്നത്. ഉടുപ്പ് ഇങ്ങനെയാണ്. ഇതിലിതാ വെള്ളയിൽ ഒരു ചിലന്തിയല്ലല്ലോ ഒരു പെങ്കൊച്ചിൻ്റെ തലമുടി ഇങ്ങനെ കെട്ടി തിരിഞ്ഞ് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത്ര കലാബോധമൊന്നുമില്ല ഗൈസ്, കലാബോധം കുറവാണ്. അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ്. പാൻറ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുകളിലാണെന്ന്, ഇച്ചിരി വെള്ളപ്പൊക്കം പോലെ ഉണ്ട് സംഭവം. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇതെന്തായാലും നമുക്ക് ഇച്ചിരി കൂടെ ഇറക്കത്തിന് വാങ്ങണം. ഇതെന്ത് പറ്റി ഇങ്ങനെ ഇറക്കം കുറഞ്ഞു പോയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ലേ ഒരു റിബണിൻ്റെ ഒരു കാര്യം, അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറച്ചുകൂടെ ലുക്ക് ഉണ്ടായിരുന്നു. ആ ടീഷർട്ട് കുറച്ചുകൂടെ ഒരു ലുക്കായിട്ട്, ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.